ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ക്രിസ്മസ് സന്ദേശം 12-ാം ദിവസം. ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം യേശുക്രിസ്തു പുൽത്തൊട്ടിയിൽ ജനിച്ചു എന്നതിനെ കുറിച്ചാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, പരിശുദ്ധ അമ്മ യേശുവിന് ജന്മം നൽകിയതിനു ശേഷം പിള്ളക്കച്ചുകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. എന്തുകൊണ്ടാണ് ഈശോ പുൽക്കൂട്ടിൽ ജനിച്ചത്? സർവശക്തനായ ദൈവത്തിന്റെ പുത്രൻ, ഈ ഭൂമിയെ സൃഷ്ടിച്ചവനായ ദൈവത്തിന്റെ ഏകജാതൻ ഈ ഭൂമിയിൽ ജനിക്കാനായി വന്നപ്പോൾ ജനിച്ചത് പുൽത്തൊട്ടിയിലാണ്. എന്തുകൊണ്ടാണ്? രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമതായി, മനുഷ്യരെ രക്ഷിക്കുവാൻ എത്ര താഴാനും എത്ര ചെറുതാകാനും ഈശോ തയ്യാറാണ്. ഈശോ ജനിച്ചത് ബെത്ലഹേമിലാണ്. ബെത്ലഹേമിനെ കുറിച്ച് തന്നെ പറയുന്നത് മീഖായുടെ പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ ബെത്ലഹേം ഒരു ചെറിയ പട്ടണമെന്നാണ്. ഈ ചെറിയ പട്ടണത്തിൽ കാലിത്തൊഴുത്തിൽ ഈശോ ജനിച്ചു. അത്രയും ചെറുതാകാൻ ഈശോ തയ്യാറായി എന്ന് വേണം നാം മനസ്സിലാക്കാൻ. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് 2-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ഈശോ മനുഷ്യനായി അവതരിച്ചു എന്ന് നാം വായിക്കുന്നു. നമ്മോടുള്ള സ്നേഹത്തെ പറഞ്ഞ് നമ്മെ രക്ഷിക്കാനായി ഈശോ അത്രയും ചെറുതാകാൻ തീരുമാനമായി. രണ്ടാമതായിട്ട്, ഈ പുൽത്തൊട്ടിൽ ഒരു പ്രതീകമാണ്, മനുഷ്യരുടെ ജീവിതങ്ങളുടെ പ്രതീകം. നമുക്കറിയാവുന്നതുപോലെ പുൽക്കൂട് മാലിന്യമുള്ള സ്ഥലമായിരിക്കാം, ജന്തുക്കളുടെ മൃഗങ്ങളുടെ വൃത്തികേടുള്ള സ്ഥലമായിരിക്കാം, ചവറും വൈക്കോലും ഒക്കെയുള്ള സ്ഥലമായിരിക്കാം. അവിടെയാണ് ഈശോ ജനിച്ചത്. ഇത് മനുഷ്യരുടെ ജീവിതങ്ങളുടെ പ്രതീകമാണ്. പാപങ്ങളും കുറവുകളും പോരായ്മകളും ബലഹീനതകളും ഒക്കെയുള്ള മനുഷ്യ മനസ്സിന്റെ, മനുഷ്യ ഹൃദയത്തിന്റെ പ്രതീകമാണ് ഈ പുൽക്കൂട്. ഈ പുൽക്കൂട്ടിൽ ഈശോ ജനിക്കാൻ തയ്യാറായി എന്ന് വെച്ചാൽ പാപങ്ങളും ബലഹീനതകളും കുറവുകളുമുള്ള നമ്മുടെ ജീവിതത്തിൽ ഈശോ വരുവാനും നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കാനും ഈശോ തയ്യാറാണ് എന്ന് വേണം നാം മനസ്സിലാക്കാൻ. ഈ ക്രിസ്മസിന്റെ അവസരത്തിൽ ഇങ്ങനെ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ കുറവുകളും പോരായ്മകളും പരിഗണിക്കാതെ നമ്മോടൊപ്പമായിരിക്കാൻ വരുന്ന ഈശോയോട് ചേർന്നിരുന്ന് നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.